വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെറ്റേഴ്സ്. സോ നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡക്ഷൻ ടു സർവിങ് ആൻഡ് ജിയോമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മുടെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് PBCET 304 ആണ്. ഓക്കെ, സോ നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് PBCET 304 ആണ്. ഇനി നിങ്ങൾക്ക് CIE മാർക്സ്, ഓക്കെ, കണ്ടിന്യൂസ് ഇന്റേണൽ നമ്മളെ ഇവാലുവേഷൻ മാർക്സ് എത്ര, നിങ്ങൾ ഇന്റേണൽ മാർക്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് വരുന്നത് ദാറ്റ് ഈസ് 60 മാർക്സിനാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ESE മാർക്സ് ആണ്. ESE മാർക്സ് എന്ന് പറഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് ആണ്. സോ അത് വരുന്നത് 40 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ ക്രെഡിറ്റ് വരുന്ന 4 ആണ്. എക്സാമിന്റെ ഹവേഴ്സ് എന്ന് പറയുന്നത് 2 hours 30 minutes ആണ്. ഓക്കെ, ഇനി പ്രീ റിക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെക്കൻ സിവിലിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്ത് വരാൻ പറ്റുന്നതും. സോ ദാറ്റ് ഈസ് JCEST, ഓക്കെ, GCEST 104 ആണ്. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മെക്കൻ സിവിലിന്റെ കോഡാണ്. സോ നമ്മളെ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് തിയറി ആണ്. ഓക്കെ, ഇനി നമ്മളെ CI മാർക്ക്, നമ്മളെ കണ്ടിന്യൂസ് ആയ ഇന്റേണൽ ആയി ഇവാലുവേഷൻ മാർക്സ്, നിങ്ങളുടെ ഇന്റേണൽ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറ്റൻഡൻസിന് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 മാർക്സ് ആണ്. മനസ്സിലായോ? അറ്റൻഡൻസിന് എന്ന് പറഞ്ഞാൽ 5 മാർക്സ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ടാവും. ആ പ്രൊജക്ടിന്റെ മാർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 30 മാർക്സ് ആണ്. പിന്നെ നമുക്ക് ഇന്റേണൽ എക്സാം ഉണ്ടാവില്ലേ, 1 ഉണ്ടാവും, 2 ഉണ്ടാവും. സോ ഇന്റേണൽ എക്സാമിന്റെ ഫസ്റ്റ് നമ്മുടെ സീരീസ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 12.5 ആണ്. ഇന്റേണൽ എക്സാമിനേഷൻ സീരീസ് എക്സാമിന്റെ 2, സീരീസ് എക്സാം 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 12.5 മാർക്സ് ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങളെ ഇന്റേണൽ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്ര, ദാറ്റ് ഈസ് 60 മാർക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ESE മാർക്കാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി KTU കണ്ടക്ട് ചെയ്യുന്ന എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ 24 സ്കീം എന്ന് പറയുന്നത് നമുക്ക് 2 പാർട്ടാണുള്ളത്. ഒന്ന് പാർട്ട് A ഉണ്ട്, ഒന്ന് പാർട്ട് B ഉണ്ട് അല്ലേ. സോ പാർട്ട് A എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യണം, മാൻഡേറ്ററി ആണ്, എല്ലാതും അറ്റൻഡ് ചെയ്യണം. പാർട്ട് Bയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി ഇതിൽ നമുക്ക് പാർട്ട് എന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറയാം. 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും, 2 questions ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര, 4 മൊഡ്യൂളാണ്. സോ 4 into 2 8 questions ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസ് ക്യാരി ചെയ്യുന്നത് ദാറ്റ് ഈസ് 2 മാർക്സ് ആണ്. സോ 8 into 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 60 മാർക്സ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാവും, 2 questions will be given from each module. ഓരോ മൊഡ്യൂളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, പാർട്ട് Bയിൽ 2 questions ഉണ്ടാവും. അതിൽ ഔട്ട് ഓഫ് വിച്ച് 1 question should be answered. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. സോ ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് മാക്സിമം ഓഫ് 2 subdivision. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പാർട്ട് A പാർട്ട് B ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 6 മാർക്സ് ആണ്. സോ 4 മൊഡ്യൂളിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ 6 into 4 ദാറ്റ് ഈസ് 24. സോ 24 plus 60 നമുക്ക് എത്ര, 40 മാർക്സ് ആണ് KTU കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസിൽ എന്തൊക്കെയാണ് നമ്മളെ സിലബസ് ഒന്ന് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് അല്ലേ. നമ്മളെ സർവേയിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, നമ്മൾ സർവേയിങ് ചെയ്യുന്നതാണ്. സോ അതിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലീനിയർ, ആംഗുലാർ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്സ്. പല മെത്തേഡ്സ്, ലീനിയർ മെത്തേഡ്സ് ഉണ്ട്, ആംഗുലാർ ഉണ്ട്, അതുപോലെ നമ്മളെ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ നമ്മളെ സർവേ സ്റ്റേഷൻസ് ഉണ്ട്, അതിൽ സർവേ ലൈൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റേഞ്ചിങ് ചെയ്യുന്ന എന്താണ്, അതുപോലെ ബിയറിംഗ് ഓഫ് സർവേ ലൈൻസ് എന്താണ്, അതുപോലെ നമ്മളിപ്പോൾ കോമ്പസ് സർവേ ഒക്കെ വെച്ചിട്ട്, കോമ്പസ് ഒക്കെ വെച്ചിട്ട്, ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ നമുക്ക് അതിൽ ഇറർ കാണിക്കുന്ന കുറച്ച് നമ്മളിപ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, നമുക്ക് ലോക്കൽ അട്രാക്ഷൻസ് വരും. സോ അതിനെ നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ വരുന്ന ഡിക്ലിനേഷൻസ്, അതുപോലെ മെത്തേഡ് ഓഫ് ഓറിയന്റേഷൻ. നമുക്ക് ബൈ കോമ്പസ് ഉണ്ട്, അതുപോലെ ബാക്ക് സൈറ്റിംഗ്. ഈ 2 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് ഓറിയന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്ന ലെവലിംഗ് ആണ്. ഓരോ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ലെവലിംഗ് ആണ്, ദാറ്റ് ഈസ് ഡംബിയൽ. സോ അത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്, എന്താണ് ലെവലിംഗിന്റെ പ്രിൻസിപ്പിൾസ്, അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ദാറ്റ് ഈസ് ഡംബി ലെവൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ബുക്കിംഗ് ഉണ്ടാവും, അതുപോലെ റിഡ്യൂസിങ് ലെവൽ മെത്തേഡ്സ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ മെത്തേഡ്സ് സിമ്പിൾ ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്, റെസിപ്രോക്കൽ ലെവലിംഗ്സ് തന്നെ പല ടൈപ്പ് ലെവലിംഗ്സ് ഉണ്ട്. അതിൽ തന്നെ റെസിപ്രോക്കൽ ലെവലിംഗ് എന്താണ്, പ്രൊഫൈൽ ലെവലിംഗ് എന്താണ്, ക്രോസ് സെക്ഷൻ നമുക്ക് പഠിക്കാൻ. പിന്നെ ഇതിൽ നമുക്ക് ഡിജിറ്റലും ഓട്ടോ ലെവലും, അതുപോലെ നമ്മളെ ലെവലിംഗിൽ വരുന്ന ഇറേഴ്സും ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടൂറിംഗ് ആണ്. ഓക്കെ, നമ്മൾ കോണ്ടൂറിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രദേശം, ഇപ്പൊ നമ്മളൊരു ഏരിയ എടുക്കുന്നത്, ആ ഏരിയയിൽ വരുന്ന എലിവേഷൻസിനെ നമ്മളിങ്ങനെ, സോ ഓരോ എലിവേഷൻസിനെ നമ്മളിങ്ങനെ ഓരോ കോണ്ടൂർ ലൈൻസ് ആയിട്ടാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാറ്. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണെന്നും അതിന്റെ യൂസസ് ആണ് നമ്മൾ ഫസ്റ്റ് കോണ്ടൂറിങ്ങിനെ പഠിക്കുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ ഏരിയാസ് ആൻഡ് വോളിയംസ് കാണാണ്ട്. സോ അതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ ബൈ ഓഫ്സെറ്റ് ടു ബേസ് ലൈൻ എന്നൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ ബൈ ഡിവൈഡിങ് ഇൻ ടു നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ഓരോ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതുപോലെ വോളിയം ഓഫ് ലെവൽ സെക്ഷൻസ് ബൈ പ്രിസ്മോയിഡൽ ട്രപ്പിസോയിഡൽ ഫോമുല. നമുക്ക് രണ്ട് ഫോമുലാസ് ഉണ്ട്, നിങ്ങൾ മാത്സിലും പഠിച്ചിട്ടുണ്ടാവും. പ്രിസ്മോയിഡൽ ഫോമുല ഉണ്ട്, അതുപോലെ ട്രപ്പിസോയിഡൽ ഫോമുല ഉണ്ട്. സോ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, വോളിയം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് ഡയഗ്രാം, അതിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിന്റെ യൂസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലേഷൻ ആണ്. അതിൽ ട്രയാങ്കുലേഷൻ ഓഫ് ഫിഗേഴ്സ് ഉണ്ട്, അതുപോലെ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്, ഓരോ സ്റ്റേഷൻസ് നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ ഇന്റർവിസിബിലിറ്റി ഓഫ് സ്റ്റേഷൻസ്, ഓരോ സ്റ്റേഷൻസിന്റെ ഇന്റർവിസിബിലിറ്റി, അതിൽ സാറ്റലൈറ്റ് സ്റ്റേഷൻസും റിഡക്ഷൻ ടു സെന്റേഴ്സും. ഓക്കെ, സോ ഇതാണ് നമ്മളെ മൊഡ്യൂൾ 2 നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 3 ആണ്. അതിൽ നമ്മളെ തിയറി ഓഫ് ഇറേഴ്സ് ആണ് വരുന്നത്. സോ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്സ് വരുന്നുണ്ട്. തിയറി ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നൊരു മെത്തേഡ് ഉണ്ട്, അതുപോലെ വെയിറ്റിംഗ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്നുള്ളതും, അതുപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ കമ്പ്യൂട്ട് ചെയ്യാനും, പിന്നെ മെത്തേഡ് ഓഫ് നോർമൽ ഇക്വേഷൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറി ഓഫ് ഇറേഴ്സിലുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ. നവഡേയ്സ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് എന്താ, ടോട്ടൽ സ്റ്റേഷൻ. ഒരു ഒറ്റ ഇൻസ്ട്രുമെന്റ് തന്നെ നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മളെ കോൺസെപ്റ്റ് ഓഫ് നമ്മളെ EDM ആണ്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ഇതാണ്. നെക്സ്റ്റ് അതിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് ഉണ്ട്, നെക്സ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ GPS അല്ലെ. GPS യൂസ് ചെയ്യാത്ത ആരുമില്ല. സോ ദാറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റംസ് ആണ്. സോ അതിന്റെ കോമ്പണൻസ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്താണ്, കാൽക്കുലേറ്റ് പൊസിഷൻ, ഒരു പൊസിഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ സിഗ്നൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, പിന്നെ നമ്മളെ GPS-ന്റെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്, GPS സർവേ മെത്തേഡ്സ് ഉണ്ട്, അതിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിക് ഉണ്ട്, റാപ്പിഡ് സ്റ്റാറ്റിക് ഉണ്ട്, കൈനമാറ്റിക് മെത്തേഡ്സ് ഉണ്ട്, അതിൽ വരുന്ന DGPS. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻസിലുള്ളത്. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ സർവേ നമ്മളിപ്പോൾ കണ്ടില്ലേ, GNSS, സ്മാർട്ട് സ്റ്റേഷൻസ്, ലിഡാർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റീസെന്റ് ട്രെൻഡ്സ് ഇൻ സർവേസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുക റിമോട്ട് സെൻസിങ് ആണ്. അതിന്റെ ഡെഫിനിഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്, അതുപോലെ എനർജി ഇന്ററാക്ഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ആൻഡ് എർത്ത് സർഫസ് ഫീച്ചേഴ്സ് വരുന്നത്, അതുപോലെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വെജിറ്റേഷൻസ് വരുന്നത്, സോയിൽ വരുന്നത്, വാട്ടർ വരുന്നത്, അതുപോലെ തന്നെ ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ഉണ്ട്. സെൻസേഴ്സ് രണ്ടെണ്ണമുണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ റെസൊല്യൂഷൻ, സ്പേഷ്യൽ, സ്പെക്ട്രൽ, റേഡിയോമെട്രിക് ആൻഡ് ടെമ്പറൽ ആയുള്ള റെസൊല്യൂഷൻസ്, മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ്, അലോങ് ട്രാക്ക് ആൻഡ് അക്രോസ് ട്രാക്ക് സ്കാനിങ്സും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് GIS, ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും. അതേപോലെ നമുക്ക് ArcGIS എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും അധികം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ യൂസ് ചെയ്ത ഒരു ഇതാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് ArcGIS. ഇപ്പോൾ സുലഭമായിട്ട് ഒരുപാട് നമ്മൾ 6 months കോഴ്സ് ഒക്കെ ആയിട്ട് പല ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. സോ കോമ്പണൻസ് ഓഫ് GIS പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നല്ല ഹൈ പേയ്മെന്റ് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു മേഖലയാണ് നമ്മൾ ArcGIS എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് തന്നെ നമ്മളെ കോമ്പണൻസ് ഓഫ് GIS, നമ്മളെ GIS-ന്റെ കോമ്പണൻസ് എന്താണ്, GIS-ന്റെ ഓപ്പറേഷൻസ് എന്താണ്, മാപ്പ് പ്രൊജക്ഷൻസ് എങ്ങനെയാണ്, അതിന്റെ മെത്തേഡ്സ്, അതിന് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്, ജിയോഗ്രാഫിക് ആൻഡ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, സ്പേഷ്യൽ ഉണ്ട്, ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്, റാസ്റ്റർ ഉണ്ട്, അത് ഓരോ ഫയലായിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, റാസ്റ്റർ ഫയലായിട്ട്, വെക്ടർ ഡാറ്റ ആയിട്ട്, അങ്ങനെ വെക്ടർ ഡാറ്റ റെപ്രസെന്റേഷൻ. സോ ഇതൊക്കെയാണ് നമ്മളെ റിമോട്ട് സെൻസിങ് ആൻഡ് GIS ആണ് നമ്മളെ മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ സർവേയിങ്ങിൽ പല കാര്യങ്ങളും പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ് നമ്മുടെ മൊഡ്യൂൾ 1-ലുള്ള. സോ കണ്ടക്ട് ദ ലാൻഡ് സർവേ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മൾ സർവേ അധികം കണ്ടിട്ടുണ്ടാവും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ, ഒരു റോഡ് പുതുതായി നമ്മൾ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മൾ റോഡിൽ സർവേ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ലാൻഡ് സർവേ, നമ്മൾ ലാൻഡ് സർവേ റോഡിന് വേണ്ടിയിട്ട്, അതുപോലെ ബിൽഡിങ്സിന്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് അറിഞ്ഞിരിക്കണം അല്ലേ. പിന്നെ പ്രിപ്പയർ ദ മാപ്സ് ആൻഡ് പ്ലാൻസ്, നമുക്ക് മാപ്പും പ്ലാൻസും നമുക്ക് പ്രിപ്പയർ ചെയ്യണം, അതിൽ യൂസിങ് ലീനിയർ, ആംഗുലർ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോം ദ ലെവലിംഗ് ഓപ്പറേഷൻ ഫോർ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഡ്രെയിനേജ് വർക്ക്സ്. നമുക്ക് സെയിം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ഡ്രെയിനേജ് വർക്ക്സിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരണം, നമുക്ക് ലെവലിംഗ് നമുക്ക് ചെയ്യണം. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ദ എലിവേഷൻസ് ആൻഡ് ബെഞ്ച് മാർക്ക് ഫോർ ദ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. നമ്മൾ എന്തൊരു പ്രോജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഞ്ച് മാർക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യൂസ് ദിസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ദ ഫീൽഡ് മെഷർമെന്റ്സ്, ഫീൽഡ് നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സൈറ്റിന്റെ ലേഔട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടൂറിംഗ് ഏരിയ കമ്പ്യൂട്ടേഷൻ ആൻഡ് ട്രയാങ്കുലേഷൻ, നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. അതെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ദ കോണ്ടൂർ മാപ്സ് ഫോർ ദ സൈറ്റ് പ്ലാനിങ് ആൻഡ് എർത്ത് വർക്ക് എസ്റ്റിമേഷൻ. നമുക്ക് എർത്ത് വർക്ക് എസ്റ്റിമേഷന് വേണ്ടി, സൈറ്റ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കോണ്ടൂർ മാപ്പ് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ,
then calculate the areas and volumes of reservoirs. നമുക്ക് ഹൈവേസ്, എംപാക്ട്മെന്റ്സ്, ഇപ്പോൾ നമ്മൾ റിസർവോയർ ഒക്കെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുമാത്രം ഏരിയയുടെ വോളിയം നിന്നൊക്കെ വോളിയം ഓഫ് വാട്ടർ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്ലൈ ദ ട്രയാങ്കുലേഷൻ മെത്തേഡ്സ് ഇൻ ലാർജ് സ്കെയിൽ സർവേയിങ് പ്രൊജക്ട്സ്. നമ്മൾ ലാർജ് സ്കെയിലിലെ സർവേയിങ് പ്രൊജക്ട്സിലാണ് നമ്മൾ അധികം ട്രയാങ്കുലേഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ആൻഡ് പൊസിഷൻസ് ഇൻ അൺആക്സസിബിൾ ആയിട്ടുള്ള ടെറൈൻസ്. സോ ഇൻആക്സസിബിൾ ആയ ടെറൈൻസിൽ നമുക്ക് ഡിറ്റർമിൻ പൊസിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് റൂട്ട് അലൈൻമെന്റ് ആൻഡ് ടോപ്പോഗ്രാഫി മാപ്പിംഗ് വർക്ക്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ഇറേഴ്സ്, ടോട്ടൽ സ്റ്റേഷൻസ്, GNSS എന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമൈസ് ദ ഒബ്സർവേഷൻ ഇറേഴ്സ് ഇൻ സർവേയിങ് മെഷർമെന്റ്സ്. നമ്മൾ സർവേ ചെയ്യുന്ന മെഷർമെന്റ്സിൽ നമുക്ക് മാക്സിമം ഇറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണം. അതുപോലെ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെന്റ്സ് ഫോർ ദ അക്യുറേറ്റ് ഫീൽഡ് ഡാറ്റ കളക്ഷൻ. നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അപ്ലൈ നമ്മൾ GPS ആൻഡ് GNSS ടെക്നിക്സ് ഇൻ ദ മോഡേൺ സർവേയിങ് പ്രൊജക്ട്സ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ മോഡേൺ പ്രൊജക്ട്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളതും. അതുപോലെ പെർഫോം ദ റാപ്പിഡ് ആൻഡ് പ്രിസൈസ് പൊസിഷൻ ഫോർ ദ കൺസ്ട്രക്ഷൻ ലൈഔട്ട്. ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ലൈഔട്ട് എടുക്കണം, അതിൻ്റെ പ്രിസൈസ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദ കണ്ടന്റ് റിമോട്ട് സെൻസിങ് ആൻഡ് ജിയോസ്പേഷ്യൽ ഡാറ്റ അക്വിസിഷൻ. നമുക്ക് എങ്ങനെ ഒരു ജിയോ ഡാറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും. ദെൻ റിമോട്ട് സെൻസിങ്ങും ജിയോഗ്രാഫിക് GIS സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. അനലൈസ് ദ സാറ്റലൈറ്റ് ഇമാജിനറി ഫോർ ലാൻഡ് യൂസ് ആൻഡ് എൻവറോൺമെന്റ് സ്റ്റഡീസ്. അല്ലേ, നമുക്ക് സാറ്റലൈറ്റ്സ് ഡാറ്റസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വരുന്ന ലാൻഡ് യൂസും അതുപോലെ എൻവറോൺമെന്റ് സ്റ്റഡീസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് ടെക്നിക്സ് ഫോർ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് അർബൻ പ്ലാനിംഗ്. നമുക്കറിയാം റിമോട്ട് സെൻസിങ് ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലായാലും അതുപോലെ അർബൻ പ്ലാനിങ്ങിലായാലും അത് ഫോറസ്ട്രീസിലൊക്കെ ഇപ്പോൾ നൗഡേയ്സ് നമ്മൾ എന്താണ് സുലഭമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ദ GIS ഫോർ ദ സ്പേഷ്യൽ ഡാറ്റ മാനേജ്മെന്റ്. നമുക്ക് സ്പെഷ്യൽ ഡാറ്റ കിട്ടാൻ വേണ്ടി GIS വെച്ചിട്ട് ചെയ്യും. മാപ്പിംഗ് ദ ആപ്ലിക്കേഷൻസ്. നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ദ റാസ്റ്റർ ആൻഡ് വെക്ടർ ഡാറ്റ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ദ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ്. അധികം ഈ GIS എന്ന് പറഞ്ഞാൽ റിസർച്ച് ബേസ് ആയിട്ടുള്ള, അപ്പം വാട്ടർ സോഴ്സിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അങ്ങനെ പല മിലിറ്ററി ബേസിലൊക്കെയാണ് അധികം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ GIS യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് റാസ്റ്റർ ഉണ്ട്, വെക്ടർ ഡാറ്റ ഉണ്ട്. എന്തിനാ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പല ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്, റിസോഴ്സ് പ്ലാനിങ്, ഇതിനൊക്കെ. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇടുക്കി, ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഒക്കെ കേസിലൊക്കെ, ഇപ്പോൾ നമ്മൾ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് ഡാം ബ്രേക്ക് അനാലിസിസ് എന്നൊക്കെ പറയും. സോ ഇതിലൊക്കെ നമ്മൾ അധികം GIS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, GISും ഹെക്രാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അധികം ഡാം ബ്രേക്ക് അനാലിസിസ്, സിനാരിയോസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അത് അധികം നമ്മൾ GIS എന്ന് പറയുന്നത് നമ്മൾ അധികം റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സർവേ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So thank you so much. Have a nice day.